പ്രീ ഹിസ്റ്റോറിക് ആനിമൽസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചിലവർക്ക് ഭയമായിരിക്കും, ചിലവരത് കേട്ട് അൺകംഫർട്ടബിൾ ആവാം. കാരണം അങ്ങനത്തെ ക്രിയേച്ചേഴ്സ് ആയിരുന്നു പണ്ടത്തെ കാലത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഭൂമിയിൽ ഒരു സമയം ഉണ്ടായിരുന്നു, അതായത് എവിടെ നോക്കിയാലും ഐസ്. അങ്ങനത്തെ കാലത്ത് കുറേയധികം ക്രിയേച്ചേഴ്സ് ജീവിച്ചിരുന്നു. മനുഷ്യരതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്പർ 7, ലെന ഹോഴ്സ്. ഇത് എന്ന് പറയുന്നത് ഒരു സാധാരണ ഹോഴ്സ് ഒന്നുമല്ല. നോർമൽ ഹോഴ്സിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഫറൊക്കെ ഉള്ള ഒരു ബോഡിയാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം വന്നത് 2018-ലാണ്. സൈബീരിയയിലെ ഒരു റീജിയനിൽ നിന്ന് ലെന ഹോഴ്സിന്റെ കുട്ടിയെ കണ്ടെത്തുവാണ്. ഈ ബോഡിക്ക് സയന്റിസ്റ്റുകൾ പറയുന്നത് ഏകദേശം 40,000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ്, അതായത് 40,000 years. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനകത്തൊരു ക്രീപ്പി ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഈ ഒരു ക്രിയേച്ചറിന്റെ ബ്ലഡ് സയന്റിസ്റ്റുകൾക്ക് കിട്ടി. അതായത് ലിറ്ററലി ഒരു മനുഷ്യ ബോഡി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് അഴുകിപ്പോവും. പക്ഷെ ഈ ക്രിയേച്ചറിന്റെ ബ്ലഡ് സയന്റിസ്റ്റുകളിൽ കിട്ടി. ആൻഡ് അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുകൾക്ക് ഈ ആനിമലിനെ ക്ലോൺ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പവുമാണ്. നമ്പർ 6, കേവ് ബിയർസ്. കേവ് ബിയർസ് എന്നത് സാധാരണയായിട്ടുള്ള കരടിയൊന്നുമല്ല. സാധാരണ കരടികൾ ഇതുപോലെ സസ്യങ്ങളും ഫിഷിനെയൊക്കെ കഴിക്കുമായിരിക്കും. പക്ഷേ കേവ് ബിയർ എന്നത് ഒരു ഫുൾ ഓൺ പ്രെഡേറ്ററസ് കാർണിവോർ ആയിരുന്നു. എന്നാൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ഹോമോസേപ്പിയൻസും നിയണ്ടർതാൽസും കൂടി ഇവരെ ഒരുമിച്ച് ഹണ്ട് ചെയ്ത് ഇല്ലാതാക്കി. ഈ ക്രിയേച്ചർ ഇന്നേന്ന് 24,000 വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു. എന്നിട്ടും കുറേ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഫോസിലിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളെല്ലാം മാറിയത് 2020-ൽ ഈ ഒരു കേവ് ബിയറിൻ്റെ ഒരു വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ കിട്ടുവാണ്. ഫോസിൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ലിറ്ററലി ആ ഒരു പല്ലും അതിൻ്റെ മൂക്കും എല്ലാ സംഭവങ്ങളും സയൻറ്റിസ്റ്റുകൾക്ക് അതെങ്ങനെയായിരുന്നു പണ്ടിരുന്നത് അതേപോലെ കിട്ടി. ഇതിൻ്റെ പഴക്കം പറയുന്നത് 40,000 വർഷങ്ങളാണ്. നമ്പർ 5, കേവ് ലയൺ. കേവ് ലയൺ എന്നത് ഒരു ഫിറോഷ്യസ് ആനിമലായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സേബർ ടൂത്ത് എന്നൊരു പ്രെഡേറ്ററസ് ആയിട്ടുള്ള ആനിമലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേവ് ലയൺ അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ ഒരു ആഫ്രിക്കൻ ലയണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ മൊത്തം മുടിയും കുറേ പൂടിയായിട്ടൊക്കെയാണ്. പക്ഷേ ഈ കേവ് ലയൺ എന്ന് സത്യത്തിൽ ഒരു ലയണിനെക്കാട്ടിയും ഒരു ടൈഗറുമായിട്ടാണ് കൂടുതൽ സാമ്യത. അത്രയ്ക്ക് ഒരു ഫിറോഷ്യസ് ആനിമലായിരുന്നു. എന്നിട്ടും എത്രയൊക്കെ ഫിറോഷ്യസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഐസ് ഏജിലെ തണുപ്പ് അത്രയ്ക്ക് എക്സ്ട്രീം ആയിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലയണുകൾ കേവുകളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും മിക്ക ലയണുകളുടെ സത്യാവസ്ഥ എന്നത് അവരെല്ലാം അതേ രീതിയിൽ തന്നെ ഫ്രോസൺ ആയിപ്പോയി. പക്ഷേ ഇവിടെയും അവരിലെല്ലാവരും ചത്തിട്ടില്ലായിരുന്നു. ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുമ്പും ഈ കേവ് ലയൺസ് ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യരുമായിട്ട് ഇവർക്ക് കുറേ കോണ്ടാക്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ മരിക്കാനുള്ള കാരണം എന്നത് ഐസ് ഏജ് കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. അതായത് ഐസ് ഏജ് കഴിഞ്ഞപ്പോൾ ഓൾറെഡി കുറേ ആനിമൽസ് ഇല്ലാതായി. എത്ര ആനിമൽസ് ഇല്ലാതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി ഐസ് ഏജ് കഴിഞ്ഞ സമയത്ത് ഭൂമിയിൽ ഏകദേശം 10,000 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. മനുഷ്യർക്ക് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. എന്നാൽ 2018-ൽ സയൻറ്റിസ്റ്റുകൾക്ക് ഈ ഒരു കേവ് ലയണിൻ്റെ ഒരു കുട്ടീനെ കിട്ടുവാണ്. ഒരു ലിറ്ററൽ കേവ് ലയണിൻ്റെ സിംഹക്കുട്ടീനെ കിട്ടുവാണ്. സയൻറ്റിസ്റ്റുകൾ അതിന് സ്പാർട്ട എന്നൊക്കെ പേര് നൽകി. പക്ഷേ ഇതിലെ പ്രത്യേകത എന്നത് ഇതിൻ്റെ ഫറ് എങ്ങനെയായിരുന്നു പണ്ടിരുന്നത് അതേപോലെ ഉണ്ട്. സത്യം പറഞ്ഞ ഒരു ഡോളിനെ പോലെയാണ് ഈ ഒരു ആനിമലിനെ കിട്ടിയത്. നമ്പർ 4, വൂളി മാമത്സ്. വൂളി മാമത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതെല്ലാം ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് എക്സ്റ്റിങ്ക്റ്റ് എന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അതെല്ലാം തെറ്റാന്നാണ്. വൂളി മാമത്തുകൾ ഏകദേശം 35 തൊട്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് വരെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ ഒരു ക്രിയേച്ചർ എന്നത് പിരാമിഡ് ഓഫ് ഗീസ ഉണ്ടായതിനു ശേഷം 800 വർഷങ്ങൾക്ക് ശേഷവും ഇത് ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരെങ്ങനെയാണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം മനുഷ്യർ തന്നെയാണ്. പക്ഷേ മാമത്തുകളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞവർക്കൊരു തിരിച്ചടിയായിരുന്നു 2007-ലെ ബേബി മാമത്തിൻ്റെ ഡിസ്കവറി. അതായത് ഒരു ലിറ്ററൽ ഫ്രോസൺ ബേബി മാമത്ത്. ഇതിന് സയൻറ്റിസ്റ്റുകൾ ലൂബ എന്ന് പേര് നൽകി. ഇത് കഴിഞ്ഞിട്ടും 2013-ൽ സയൻറ്റിസ്റ്റുകൾ യൂക്ക എന്ന് പറഞ്ഞ വേറൊരു ബേബി മാമത്തിനെ കണ്ടുപിടിക്കുകയാണ്. ഇതിനെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ദ മോസ്റ്റ് വെൽ പ്രിസർവ്ഡ് മാമത്ത് എന്നാണ്. ഈ ഒരു മാമത്തിൻ്റെ തന്നെ DNA ഉപയോഗിച്ചിട്ടാണ് ആഫ്രിക്കൻ എലിഫൻറ്റുമായിട്ട് ക്ലോൺ ചെയ്തുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന വൂളി മാമത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. മേ ബി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സൈബീരിയയിൽ വൂളി മാമത്ത് നടക്കുന്നതായിട്ടും കാണാം. നമ്പർ 3, സ്റ്റീവ് ബൈസൺ. സ്റ്റീവ് ബൈസൺ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
ഇന്നത്തെ ഒരു പോത്തിൻ്റെ പ്രീ ഹിസ്റ്റോറിക് വെർഷനാണ്. പക്ഷേ ഈ സ്റ്റീവ് ബൈസൺ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ബാക്കിയുള്ള ക്രിയേച്ചേഴ്സിൻ്റെ കാര്യം വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇത് ഐസ് ഏജിൻ്റെ ക്ലൈമറ്റിൽ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ആനിമൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അതിന് കാരണം ഹ്യൂമൻസ് ആയിരുന്നു. എന്നാൽ ഈ ക്രിയേച്ചറിൻ്റെ അവശിഷ്ടങ്ങൾ സയൻറ്റിസ്റ്റുകൾക്ക് സൈബീരിയയിലെ യക്കൂട്ടിയ എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടി. 9000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റീവ് ബൈസൺ. പക്ഷേ ഈ ക്രിയേച്ചറിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇതിൻ്റെ ബോഡിനകത്തുള്ള ബ്രെയിന്, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനത്തെ ചില ഓർഗൻസ് എല്ലാം വർക്കിംഗ് രീതിയിലായിരുന്നു ഫ്രോസൺ ആയിരുന്നത്. കുറേ പേര് പറയുന്നത് ഇതിനെ ക്ലോൺ ചെയ്യാൻ എളുപ്പമാണെന്നാണ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾക്ക് ഡ്യൂ ടു സം മിസ്റ്റീരിയസ് റീസൺസ് ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നമ്പർ 2, സേബർ ടൂത്ത് ടൈഗർ. ഈ ക്രിയേച്ചറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അത്രയ്ക്ക് ഒരു അൺറിയലിസ്റ്റിക് ക്രിയേച്ചറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ക്രിയേച്ചറിൻ്റെ ഫ്രണ്ടിൽ 7 ഇഞ്ച് വലുപ്പമുള്ള 2 പല്ലുകൾ കാണാം. ഇത് തന്നെയായിരുന്നു ഈ ക്രിയേച്ചറിൻ്റെ ഏറ്റവും വലിയ പവർ. ഏതൊരു വലിയ ആനിമലിനെയും ഇതിന് ഒറ്റ കടിയിൽ ഇല്ലാതാക്കാൻ പറ്റും. ഇത്രയും പവറൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ ക്രിയേച്ചർ കുറേ വർഷങ്ങൾ ജീവിച്ചിരുന്നു. പക്ഷേ സയൻറ്റിസ്റ്റുകൾക്ക് ഇതിൻ്റെ ഈ പല്ലെല്ലാം സ്റ്റഡി ചെയ്തതിനു ശേഷം മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് പണ്ട് കാലത്തെ മാമത്തുകളെ ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്തിരുന്ന ഒരു ക്രിയേച്ചറായിരുന്നു ഈ സേബർ ടൂത്ത് ടൈഗർ. പക്ഷേ ഇവയുടെ എക്സ്റ്റിങ്ഷന് കാരണവും മനുഷ്യരുടെ വേട്ടയാടലായിരുന്നു. നമ്പർ 1, വൂളി റൈനോ. വൂളി റൈനോ ആക്ച്വലി വളരെ ഫിറോഷ്യസോ അങ്ങനത്തെ ആനിമലൊന്നും അല്ലായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമലായിരുന്നു. ആൻഡ് ഇന്നത്തെ ഒരു നോർമൽ റൈനോയിൽ നിന്ന് വളരെ വലിയ സൈസും ആയിരുന്നു. പക്ഷേ ഇത്രയും നേരം പറഞ്ഞ പോലെ ഇവരെ ഇല്ലാതാക്കിയത് ഈ നാറി മനുഷ്യരായിരുന്നു. ഇവിടെ എക്സ്റ്റിങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് 2015 സയൻറ്റിസ്റ്റുകൾക്ക് ഒരു ഫുള്ളി, അതായത് ഈ വീഡിയോയിൽ പറഞ്ഞാലായിട്ടുള്ള ഏറ്റവും കിടിലൻ പ്രിസർവ്ഡ് സംഭവമായിരുന്നു ഈ വൂളി റൈനോ. ഇതിൻ്റെ ആ സമയത്തുള്ള വയസ്സ് ഏകദേശം 3 to 4 years ആണെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അവരിതിനെ സാഷ എന്ന് പേര് നൽകി. അതിനതിപ്പോൾ ഏതൊരു മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയ ക്രിയേച്ചർ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ആൻഡ് നിങ്ങളിനി പ്രീ ഹിസ്റ്റോറിക് ക്രിയേച്ചേഴ്സിനെ കുറിച്ച് ചിന്തിക്കുവാണ്, അതും പ്രെഡേറ്ററസ് ആയിട്ടുള്ള ആനിമൽസ് ഏതൊക്കെയാണെന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മളൊരു വീഡിയോ പണ്ടിട്ടിട്ടുണ്ട്, അതുവഴി കാണുക. താങ്ക്സ് സോ മച്ച് ഫോർ വാച്ചിങ്.